എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ഫ്ലേവറോട് കൂടിയ ഒരു സ്പെഷ്യൽ ഗരം മസാലയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. വെജിനും അതുപോലെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റത്തിലും ഒക്കെ ഈ മസാല ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ട സ്പൈസസ് 30 ഗ്രാം കറുവപ്പട്ട, 1/4 കപ്പ് കസ്കസ്, 1/4 കപ്പ് പെരിഞ്ജീരകം, 10 ഏലക്ക, 10 ഗ്രാമ്പു, 5 സ്റ്റാർ അനീസ്, 1/4 കപ്പ് സ്റ്റോൺ ഫ്ലവർ, 4 ബേ ലീഫ്, 2 പീസ് ജാതിപത്രി, ഇതൊക്കെയാണ് വേണ്ടത്. എടുത്തു വെച്ച സ്പൈസസ് ഒക്കെ നമുക്ക് ഒരു പാനിലോട്ട് ഇടാം. എന്നിട്ട് അത് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഗരം മസാലയൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത്. ഇതിനു മുന്നേ കേരള ട്രഡീഷണൽ ഗരം മസാലയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ടു നോക്കണേ. ഈ സ്റ്റോൺ ഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ബേ ലീഫൊക്കെ ചെറിയ ചെറിയ പീസാക്കി ഇടാം. അതുപോലെ പട്ടയും. എന്നാലേ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ അത് റോസ്റ്റ് ആവുള്ളൂ. അല്ലാതെ തന്നെ അത് നമ്മൾ ഈ ഫൈൻ പൗഡർ ആക്കാനും ഇങ്ങനെ ഇട്ടാലേ അത് ഫൈൻ പൗഡറായി കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് ഇട്ടു. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഒരു 3-4 മിനിറ്റ്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഈ സമയം നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. നമുക്ക് അതിങ്ങനെ ഫ്ലേവർ ഉണ്ടാകുമ്പോഴേ അത് റോസ്റ്റായെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തണുത്തു. ഇനി നമുക്ക് 2 പ്രാവശ്യമായിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫൈൻ പൗഡറാക്കി എടുക്കാം. ജാറിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. ഇപ്പോൾ അത് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തു. ഇനി നമുക്ക് അത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് മസാലയ്ക്ക്. നമ്മളത് പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ വിതറിയിട്ട് ഇടണം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് ബോട്ടിലൊക്കെ ഇത് സൂക്ഷിക്കേണ്ടത്. ഇനി രണ്ടാമത്തും അതുപോലെ നമുക്ക് ജാറിലോട്ടിടാം. നമ്മൾ കടലക്കറി, വെജിറ്റബിൾ കറി, അതുപോലെ ലഞ്ചിനൊക്കെ തയ്യാറാക്കുന്ന നോൺ വെജ് ഐറ്റങ്ങളിൽ ഈ മസാല ചേർത്താൽ വളരെ രുചികരമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ടതും പൊടിച്ചെടുത്തു. അത് പ്ലേറ്റിലോട്ട് ആദ്യത്തെ ഇട്ടതുപോലെ ഇടാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കണം. എന്നാലേ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടുള്ളൂ. ഈ മസാല ഇതേ കളറിലാണ് ഉണ്ടാവുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത് നമുക്കിനി അത് ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം. എയർ ടൈറ്റായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതിനു മുന്നേ കുറേ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഫ്രണ്ട്സ്, ഇതേ രീതിയിൽ ഗരം മസാല തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഒരു തവണ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണേ. തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.